പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു. 2027 വരെ കാലാവധി ഉണ്ടായിരിക്കെയാണ് അപ്രതീക്ഷിതമായ രാജിയുടെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. നിലവിൽ 3 അംഗ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 2 പേർ മാത്രമുണ്ടായിരിക്കെയാണ് അരുൺ ഗോയലും സ്ഥാനം ഒഴിയുന്നത്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, പൊതുതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ രാജി എന്നത് ശ്രദ്ധേയമാണ്. ഇതിന്റെ കാരണം ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണോ നിതിൻ അംബുജൻ? റിജിത്ത്, കാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. രാത്രി 9 മണിയോടുകൂടിയാണ് രാജിപ്രഖ്യാപനം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരുൺ ഗോയൽ രാജിവെച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു അത് ശരിവെക്കുകയും അതോടൊപ്പം തന്നെ ഒപ്പിടുകയും ചെയ്തു. മാത്രമല്ല, നിയമ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഏതാണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരമൊരു രാജി എന്നതും ശ്രദ്ധേയമാണ്. 2027 വരെ കാലാവധി ഉണ്ടായിരിക്കെയാണ് അരുൺ ഗോയൽ രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. 3 അംഗ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി അനൂപ് ചന്ദ്ര പാണ്ഡെ ഫെബ്രുവരിയിൽ വിരമിച്ച ശേഷം ആരെയും നിയമിച്ചിരുന്നില്ല. 2 അംഗങ്ങൾ മാത്രം തുടരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനത്തും അരുൺ ഗോയലും കൂടി രാജിവെക്കുന്നത്. ഇതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രമാണ് ഇപ്പോൾ ശേഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനായി ജമ്മു കശ്മീരിലേക്കുള്ള സന്ദർശനം എന്തായാലും മറ്റന്നാൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ അരുൺ ഗോയൽ കൂടി രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും അപ്രതീക്ഷിത രാജി എന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തും വന്നിരിക്കുന്നത്. നിലവിൽ ഇതുവരെ കാരണം വ്യക്തമല്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു സൂചനകളും കഴിഞ്ഞ ഏതാനും മണിക്കൂർ മുമ്പ് വരെ ലഭിച്ചിരുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു രാജി പ്രഖ്യാപനം അല്ലെങ്കിൽ രാജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമ മന്ത്രാലയം തന്നെയാണ് പുറത്തിറക്കിയത്. ശരി, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അരുൺ ഗോയൽ രാജിവെച്ചു. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശവും ആലപ്പുഴ മണ്ഡലത്തിലെ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വവും ആയുധമാക്കി കോൺഗ്രസിനെതിരെ ഇടതുമുന്നണിയുടെ പ്രചാരണം. ഇന്ന് കോൺഗ്രസായി നിൽക്കുന്നവർ നാളെ BJP ആകില്ല എന്നതിന് എന്തുറപ്പെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അനിൽ ആന്റണിയെയും പത്മജയെയും കോൺഗ്രസ് തീറ്റിപ്പോറ്റി വളർത്തിയത് BJPയിലേക്ക് പോകാനെന്നും മുഖ്യമന്ത്രിയുടെ പരിഹാസം. KC വേണുഗോപാലിന്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള ഡീലിന്റെ ഭാഗമെന്ന് MA ബേബി വിമർശിച്ചു. എന്നാൽ രാജ്യസഭയിലേക്ക് മറുതന്ത്രമുണ്ടെന്ന് KC വേണുഗോപാൽ തിരിച്ചടിച്ചു. തെരഞ്ഞെടുപ്പ് ഗോദയിലെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുമ്പോൾ ഇടതുമുന്നണി ആയുധമാക്കുന്നത് കോൺഗ്രസിന്റെ വിശ്വാസ്യത. ആറ്റിങ്ങലിൽ LDF സ്ഥാനാർത്ഥി V ജോയിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി തൊടുത്തതൊക്കെയും BJPയിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്കിനെപ്പറ്റി. വേണ്ടിവന്നാൽ താൻ BJPയിലേക്ക് പോകുമെന്ന് പറയുന്നയാളാണ് KPCC അധ്യക്ഷനെന്നും മുഖ്യമന്ത്രിയുടെ പരിഹാസം. കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നയാള് ഇന്ന് കോൺഗ്രസ്സായി നിൽക്കുന്നു, നാളെ കോൺഗ്രസ് ആയിരിക്കും എന്നതിന് എന്താ ഉറപ്പ്? രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ MP ആയിരിക്കെ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിനെ ഇടതുപക്ഷം ചർച്ചയാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം BJPയുമായുള്ള ഡീലാണോ എന്ന് സംശയമുണ്ടെന്നായിരുന്നു MA ബേബിയുടെ പ്രതികരണം. BJPക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല. ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അവർ ഓരോ സീറ്റും പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ KC വേണുഗോപാൽ എന്തെങ്കിലും ഡീലാണോ? ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്താണ് ഈ തീരുമാനം? നഷ്ടപ്പെടുന്ന രാജ്യസഭാ സീറ്റിനെ മറികടക്കേണ്ടത് എങ്ങനെയെന്നറിയാമെന്നായിരുന്നു KC വേണുഗോപാലിന്റെ മറുപടി. BJPയെ തോൽപ്പിക്കാനാവശ്യമായ സംഖ്യയാണ് കോൺഗ്രസിന്റെ ടാർഗറ്റെന്നും KC വേണുഗോപാൽ 24നോട് പറഞ്ഞു. ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് BJPയെ പരമാവധി തോൽപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്പറുമായിട്ട് കോൺഗ്രസ് വരിക എന്നുള്ളതാണ്. ഓരോ സീറ്റും നിർണായകമാണ്. ആ സീറ്റുമായി മുന്നോട്ട് വരും. പത്മജയുടെ കൂടുമാറ്റത്തിലൂന്നി കോൺഗ്രസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഇടതുപാളയത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നന്നേ വിയർക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ലാഘവത്തോടെ കാണുന്നുവെന്നതിന്റെ ഉദാഹരണമാണ് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമെന്ന് CPIM വിമർശിച്ചു. 24 തിരുവനന്തപുരം. പത്മജയുടെ BJP പ്രവേശനത്തിൽ മുൻ DGP ലോക്നാഥ് ബെഹ്റ ഇടനിലക്കാരനായെന്ന് ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കൾ. പത്മജയുടെ രാഷ്ട്രീയ മാറ്റം CPIM BJP പാക്കേജാണെന്നായിരുന്നു KC വേണുഗോപാലിന്റെ ആരോപണം. തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാൻ കോൺഗ്രസ് നേതാക്കളെ പത്മജ വേണുഗോപാൽ വെല്ലുവിളിച്ചു. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തിന് പിന്നിൽ മുൻ DGP ലോക്നാഥ് ബെഹ്റ എന്ന VD സതീശന്റെ ആരോപണം കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഏറ്റെടുക്കുകയായിരുന്നു. മോദി പിണറായി ബന്ധത്തിലെ ഇടനിലക്കാരനാണ് ലോക്നാഥ് ബെഹ്റ എന്ന് K മുരളീധരൻ. പത്മജയെ BJPയിൽ എത്തിച്ചത് ഈ ഇടനിലക്കാരനെന്നും ആരോപണം. ബെഹ്റ ഒരു സ്ഥിരം കുറെ കാലമായിട്ട് ബെഹ്റ പാലം പണിയുന്ന ജോലിയാണ്. അത് പിണറായിയും മോഡിയായിട്ടുള്ള ആദ്യത്തെ പാലം പണി, ഇപ്പൊ BJPയിലേക്കുള്ള പാലം പണി. പത്മജയുടെ രാഷ്ട്രീയ മാറ്റം CPIM BJP പാക്കേജ് എന്നായിരുന്നു KC വേണുഗോപാലിന്റെ വിമർശനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, ഒരു CPM BJP പാക്കേജാണ് ഇത്. എന്നാൽ തന്റെ BJP പ്രവേശനത്തിൽ
മുൻ DGP ലോക്നാഥ് ബെഹ്റ ഇടപെട്ടിട്ടില്ലെന്ന് പത്മജ വേണുഗോപാൽ 24നോട് പറഞ്ഞു. തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കാൻ കോൺഗ്രസ് നേതാക്കളെ പത്മജ വെല്ലുവിളിച്ചു. തെളിവുകൾ പുറത്തു കൊണ്ടിട്ടെ, എനിക്ക് 100% അറിയാളല്ലാന്ന് അതുകൊണ്ട് ഒരു തെളിവുകൾ കൊണ്ടിട്ടെ, അപ്പം ഞാൻ അതിന് ഉത്തരം പറഞ്ഞോളാം. ആരൊക്കെയാന്ന് വേണമെങ്കിൽ ഞാൻ രഹസ്യമായിട്ട് വിളിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാം. ബെഹ്റ അതിൽ കക്ഷിയേ അല്ല എന്നുള്ളത് ഞാൻ 100% ഞാൻ എൻ്റെ അച്ഛനെ തൊട്ട് പറയുന്നു അല്ല. BJPയിലേക്ക് പോയ സഹോദരിയെ കെ മുരളീധരൻ തള്ളിപ്പറഞ്ഞത് തെരഞ്ഞെടുപ്പായതിനാലെന്ന് P. രാജീവ് പരിഹസിച്ചു. ഇപ്പൊ തെരഞ്ഞെടുപ്പായതുകൊണ്ട് സഹോദരി അല്ല എന്നൊക്കെ പറഞ്ഞ് വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. തെരഞ്ഞെടുപ്പാണല്ലോ. തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നീ എന്തിനാ ആദ്യം പോയെന്ന് ചിലപ്പോൾ ചോദിച്ചേനെ. ഞാൻ റെഡിയായി നിൽക്കുകയായിരുന്നല്ലോ എന്ന് ചോദിച്ചേനെ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് UDF സ്ഥാനാർത്ഥികൾ. മാതാപിതാക്കളുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് കെ മുരളീധരൻ തൃശൂരിൽ പ്രചാരണം തുടങ്ങിയത്. പ്രവർത്തകരുടെ വൻ പങ്കാളിത്തത്തോടെ റോഡ് ഷോ നടത്തിയാണ് KPCC അധ്യക്ഷൻ K. സുധാകരൻ കണ്ണൂരിൽ പ്രചാരണം ആരംഭിച്ചത്. പ്രചാരണത്തിന് മുന്നോടിയായി ഷാഫി പറമ്പിൽ, ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി. ഈ റിപ്പോർട്ടിലേക്ക് വരാം. ഇപ്പോൾ KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. 20-20 2020 റിസൾട്ടായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഉറച്ച കാര്യമാണ്. അവർക്ക് വിമർശിക്കാമല്ലോ, അവർ വിമർശിക്കട്ടെ. പക്ഷെ വിമർശിക്കുമ്പോൾ സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കണം. അവര് കേരളത്തിലെ CPM പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ലേ കേരളത്തിലെ CPM പറഞ്ഞത്. ഇവിടെ മത്സരം നടക്കുന്നത് CPM-ഉം BJP-യും തമ്മിലാണെന്നാണ് അവർ പറഞ്ഞത്. BJP-ക്ക് ഇത്രയേറെ പ്രമോഷൻ കൊടുക്കുന്ന ഒരു മുന്നണിയായിട്ട് CPM-ഉം അവരുടെ മുന്നണിയും മാറി. ഞാൻ കണ്ടിട്ടില്ല എവിടെയും. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തിന് നോക്കിയപ്പോൾ നിങ്ങൾക്കും അറിയാം, മാധ്യമപ്രവർത്തകർക്ക്, എവിടെയാണ് CPM BJP പോരാട്ടം നടക്കുന്നത്. BJP 2ാം സ്ഥാനത്ത്. എവിടെയെങ്കിലും BJP 2ാം സ്ഥാനത്താണെങ്കിൽ അവിടെ CPM 3ാം സ്ഥാനത്താണ്. കോൺഗ്രസ് അല്ല, UDF അല്ല. ഞങ്ങൾ ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്, ഈ ഞങ്ങളുടെ പോരാട്ടം നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഞങ്ങൾ ഇവിടെ കേരളത്തിൽ അവരെ ഒരു സീറ്റ് പോലും വാങ്ങാൻ അനുവദിക്കില്ല. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ ആ പോരാട്ടം നടക്കുമ്പോൾ തന്നെ കേരളത്തിൽ നടക്കുന്ന പോരാട്ടം ഇടതുപക്ഷ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലാണ്. BJP 3ാം സ്ഥാനത്താണ്. ചിലയിടത്തൊക്കെ അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അതിന്. പക്ഷെ BJP-യും ഞങ്ങളും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞ് UDF-നെ തരം താഴ്ത്തി കാണിക്കാനുള്ള അവരുടെ വ്യഗ്രതയിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അടിയൊഴുക്കുകൾ വ്യക്തമാണ്. അപ്പൊ അവർക്കാകെ അങ്കലാപ്പാണ്. ആ അങ്കലാപ്പ് അവർ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരെ നടത്തേണ്ടി വരും, തുടരേണ്ടി വരും. റിസൾട്ട് വന്നാൽ അവർക്ക് മനസ്സിലാകും കേരള മനസാക്ഷി ഇപ്പോഴും 20-20 കൂടെ നിൽക്കുകയാണ്, UDF-ന്റെ കൂടെ. എന്താ BJP കോൺഗ്രസ് ബന്ധം പറയാൻ എന്ത് ഉദാഹരണമാണുള്ളത്? പക്ഷെ തിരിച്ചു പറയാൻ എന്തെല്ലാം ഉണ്ട്. അങ്ങ് മുതൽ ഇങ്ങോട്ട് തൊട്ടാല് ഞാൻ ചോദിക്കട്ടെ, ദേവഗൌഡയുടെ പാർട്ടി കർണാടകത്തിൽ മോഡിയുടെ കൂടെയല്ലേ പ്രചരണം നടത്തുന്നത്? അവരിവിടെ എവിടെയാണ് നിൽക്കുന്നത്? പിണറായി വിജയനെ തൊട്ടടുത്ത് ക്യാബിനറ്റിൽ ഇരിക്കുകയല്ലേ? ആ ഒരു ഉദാഹരണം മാത്രമാണ്. എണ്ണി പറയാവുന്ന എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. അവരുടെ ലക്ഷ്യം, രണ്ടുപേരുടെയും ലക്ഷ്യം എന്താണ്? ഒറ്റ ലക്ഷ്യമല്ലേ, കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് BJP-ക്കും അത്രേ ഉള്ളൂ, CPM-നും അത്രേ ഉള്ളൂ. പക്ഷെ ആ ലക്ഷ്യമൊന്നും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങൾ 20 സീറ്റും ജയിക്കും. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നു UDF സ്ഥാനാർത്ഥികൾ. മാതാപിതാക്കളുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് K. മുരളീധരൻ തൃശൂരിൽ പ്രചാരണം തുടങ്ങിയത്. തൃശൂരിലെത്തിയ K. മുരളീധരന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒരുക്കിയത് വൻ വരവേൽപ്പ്. റെയിൽവേ സ്റ്റേഷനിൽ 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ സ്വീകരണം. ലീഡറുടെ പിന്മുറക്കാരന്റെ കരുത്ത് തെളിയിക്കുന്നതായി സ്വീകരണ പരിപാടി. തുടർന്ന് ബാല്യകാലം ചിലവഴിച്ച മുരളി മന്ദിരത്തിലേക്ക് പിതാവ് K. കരുണാകരന്റെയും മാതാവ് കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന. വർഗീയതയ്ക്കെതിരായിട്ടൊരു പോരാട്ടത്തിൽ എന്നും മതേതരത്വം ഞങ്ങളെ പഠിപ്പിച്ച
ഞങ്ങളുടെ പിതാവ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നത് എനിക്കാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കണ്ണൂരിലെത്തിയ KPCC അധ്യക്ഷൻ കെ സുധാകരന് റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണം. BJP പ്രവേശനത്തിന് മടിയില്ലാത്ത നേതാവാണ് കെ സുധാകരൻ എന്ന CPIM ആരോപണത്തിന് മറുപടി. അതായത് അവരല്ലേ തീരുമാനിക്കേണ്ടത്, ഞാൻ പോകുന്ന അവരല്ലേ തീരുമാനിക്കുന്നത്. എന്ത് ലജ്ജയില്ലാത്ത കമന്റ്സ് ആണ്, എന്ത് ലജ്ജയില്ലാത്ത കമന്റ്സ്, എന്ത് എവിഡൻസ് ആണ് അവർക്ക്, എന്തിന്റെ പുറത്തായി പറയുന്നത്. ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ എന്നിവർ പ്രചാരണത്തിന് മുന്നോടിയായി ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിലെത്തി. ഇതുവരെ ലഭിച്ച എല്ലാ പദവിയുടെയും ഒരു കാരണക്കാരനെ, ആദ്യത്തെ കാരണക്കാരനെ പറയാൻ പറഞ്ഞാൽ അതിന് ഉമ്മൻചാണ്ടി സാർ എന്നല്ലാതെ മറ്റൊരു പേരില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം തന്നെയാണ്. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി തുറന്നു പറഞ്ഞ് AICC വക്താവ് ഷമാ മുഹമ്മദ് രംഗത്തെത്തി. എനിക്കെന്താ സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ നേതാവ് രാഹുൽജി പറഞ്ഞിരിക്കുക, കഴിഞ്ഞ മഹിളാ കോൺഗ്രസ് പ്രോഗ്രാം കൊച്ചിയിൽ നിന്ന് 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 50% സ്ത്രീ മുഖ്യമന്ത്രി ആയിരിക്കണം. സ്ത്രീ സംവരണത്തിൻ്റെ ശേഷം വന്നതിൻ്റെ ബില്ല് പാസ് ചെയ്തതിൻ്റെ ശേഷം ഒരാളേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ സങ്കടം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രവർത്തകരോട് ക്ഷുഭിതനായി തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. പ്രചാരണത്തിനെത്തിയ സ്ഥലത്ത് ആളുകൾ കുറഞ്ഞതും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തതുമാണ് സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ചത്. ഇങ്ങനെയാണെങ്കിൽ മത്സരത്തിനില്ലെന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നും നേതാക്കളോടും പ്രവർത്തകരോടും സുരേഷ് ഗോപി ഭീഷണി മുഴക്കി. സുരേഷ് ഗോപി ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് പ്രവർത്തകരോടും നേതാക്കളോടും ക്ഷുഭിതനായത്. രാവിലെ കോളനിയിലെത്തുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നത് വിരലിലെണ്ണാവുന്ന പ്രവർത്തകർ. സന്ദർശനത്തിന്റെ ഭാഗമായി ചില വീടുകളിലെത്തിയപ്പോൾ വാതിലുകൾ അടച്ചിട്ടിരിക്കുന്നു. ഇതോടെ സുരേഷ് ഗോപി പിണങ്ങി വാഹനത്തിലേക്ക് തിരിച്ചു കയറി. പിന്നീട് കാരിക്കടവ് നിന്നുൾപ്പെടെ കൂടുതൽ ആളുകളെ എത്തിച്ച് സുരേഷ് ഗോപിയെ അനുനയിപ്പിച്ചു. എന്നാൽ വോട്ടർ പട്ടികയിൽ 25 പേരുടെ പേര് ഇനിയും ചേർക്കാനുണ്ടെന്ന വിവരം അറിഞ്ഞതോടെ സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചു. താൻ നോമിനേഷൻ കൊടുത്തിട്ടില്ലെന്നും വേണ്ടിവന്നാൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നും ഭീഷണി. അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരന് പ്രവർത്തിച്ചോളാം. താല്പര്യമില്ല, ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഇന്ന് തന്നെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇടപെടൽ നടത്താമെന്ന് ഉറപ്പു നൽകിയാണ് സുരേഷ് ഗോപിയെ അനുനയിപ്പിച്ച് തുടർ പരിപാടികൾക്ക് കൊണ്ടുപോയത്. 24 തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിൽ BDJS സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മാവേലിക്കരയിൽ ബൈജു കലാശാലയും ചാലക്കുടിയിൽ K ഉണ്ണികൃഷ്ണനുമാണ് സ്ഥാനാർത്ഥികൾ. ഇടുക്കി, കോട്ടയം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. കോട്ടയം, ഇടുക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും. ഈ സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മതമേലധ്യക്ഷന്മാരെ കണ്ട് പിന്തുണ തേടേണ്ട ആവശ്യമുണ്ടെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ CPI. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ മറ്റൊരു മണ്ഡലം തിരഞ്ഞെടുക്കണമായിരുന്നുവെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ലാഘവത്തോടെ കാണുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമെന്ന് LDF സ്ഥാനാർത്ഥി ആനി രാജ വിമർശിച്ചു. The Congress party has decided to field Mr. Rahul Gandhi in Wayanad constituency. It is Congress party's prerogative. Having said that, the public opinion prevails in Kerala as well as across the country. Mr. Rahul Gandhi, of his stature, should have preferred to contest BJP directly, to confront BJP directly in any other part of the country. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ 20 സീറ്റിലെയും സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതിനെ എത്രമാത്രം ലാഘവത്തോടെ കാണുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഒരു സമുന്നതനായ നേതാവിനെ ഇവിടെ LDFനെതിരെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി TDPയും BJPയും ജനസേനയും സീറ്റ് ധാരണയായി. BJPയും TDPയും ഒന്നിക്കുന്നതിലൂടെ ആന്ധ്രയിൽ വിജയം ഉറപ്പെന്ന് TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു പറഞ്ഞു. 8 സീറ്റുകളിൽ ജനസേനയും BJPയും മത്സരിക്കാനാണ് സാധ്യത. കമൽഹാസന്റെ മക്കൾ നീതി മയ്യം DMK സഖ്യത്തിനൊപ്പം ചേർന്നു. കോൺഗ്രസ് DMK സീറ്റ് ധാരണയായി. പുതുച്ചേരി ഉൾപ്പെടെ 10 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും. തെലുങ്കുദേശം പാർട്ടി മുന്നോട്ട് വെച്ച ഫോർമുല BJPയും ജനസേനയും അംഗീകരിച്ചതോടെയാണ്
സീറ്റ് വിഭജനത്തിൽ ധാരണയായത്. സഖ്യകക്ഷികൾക്കായി TDP വാഗ്ദാനം ചെയ്ത സീറ്റുകളുടെ എണ്ണത്തിൽ ആദ്യം അതൃപ്തി അറിയിച്ച BJP പിന്നീട് വഴങ്ങി. TDPയും BJPയും ജനസേനയും ധാരണയിലെത്തിയ വിവരം ചന്ദ്രബാബു നായിഡു അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ 25 ലോക്സഭാ സീറ്റുകളിൽ 8 സീറ്റുകളിൽ ജനസേനയും BJPയും മത്സരിക്കാനാണ് സാധ്യത. നിയമസഭയിൽ ഇരു പാർട്ടികൾക്കും 28 മുതൽ 32 വരെ സീറ്റുകൾ ലഭിക്കും. ബാക്കി സീറ്റുകളിൽ TDP മത്സരിക്കും. സീറ്റ് വിഭജനത്തിൽ ധാരണയിലെത്താൻ കഴിയാത്തതിനാൽ ഒഡീഷയിൽ BJD-BJP സഖ്യ ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിലും ഇക്കുറി മാറ്റങ്ങളുണ്ട്. DMK സഖ്യത്തിലെത്തിയ കമൽഹാസന്റെ മക്കൾ നീതിമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കി. DMK സഖ്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും കമൽഹാസൻ പറഞ്ഞു. കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. ഭോപ്പാലിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് പച്ചൗരി, മുൻ MP ഗജേന്ദ്ര സിംഗ് രാജ്ഖേദി, മുൻ MLAമാർ ഉൾപ്പെടെ നിരവധി പേർ BJPയിൽ ചേർന്നു. 24 ഡൽഹി. ഇടുക്കി നെടുങ്കണ്ടത്ത് തോട്ട പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പരിക്കേറ്റ കമ്പംമെട്ട് സ്വദേശി രാജേന്ദ്രൻ മരിച്ചു. അണക്കര സ്വദേശി ജയ്മോന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കുഴൽക്കിണർ കുഴിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിവരങ്ങൾ എന്താണ്? ഈ പരിക്കേറ്റ മറ്റൊരാളുടെ നില, ആരോഗ്യനില എങ്ങനെയാണ് രാഹുൽ? ഈ രാജേന്ദ്രനെ കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 7 മണിയോടുകൂടിയാണ് തോട്ട പൊട്ടിയ അപകടം ഉണ്ടായത്. രാജേന്ദ്രന്റെ 2 കൈകളും സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് പോയിരുന്നു. ഗുരുതരമായ പരുക്കായിരുന്നു ഈ സംഭവ സമയത്ത് രാജേന്ദ്രനെ ഏൽറ്റത്. കൂടാതെ ഒപ്പമുണ്ടായിരുന്ന ജയ്മോനും പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ അതത്ര ഗുരുതരമല്ല, എന്നാൽ സാരമായ പരിക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിലെ ജയസിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം വരികയാണ്. കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെയാണ് തീരുമാനം. സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാതാപിതാക്കൾ 24-നോട് പറഞ്ഞു. അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് രാവിലെയാണ് സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിയെ കണ്ടത്. അന്വേഷണം CBIക്ക് വിടാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി മിനിറ്റുകൾക്കുള്ളിൽ ഉത്തരവ് പുറത്തിറങ്ങി. സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ. ശരിക്കും ഞാൻ അത് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനും ചിലപ്പം മനസ്സിലായി കാണും ഇതൊരു ഒരു കൊലപാതകമാണോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ CBI അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, അദ്ദേഹത്തിന് തോന്നിക്കാണണം. ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ ഇതിലൂടെ നീതി കിട്ടണം. സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിച്ചതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജബി മേത്തറും രാഹുൽ മാങ്കൂട്ടത്തിലും അലോഷ്യ സേവ്യറും നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രി അവർക്ക് CBI അന്വേഷണം ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. ഇവർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ബലം പിടിച്ചു നിന്ന ഗവൺമെന്റും മുഖ്യമന്ത്രിയും അവസാനം CBI അന്വേഷണം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി. കേസിൽ ഇന്ന് 2 പ്രതികൾ കൂടി അറസ്റ്റിലായതോടെ ആകെ പിടിയിലായ പ്രതികളുടെ എണ്ണം 20ആയി. ഇരുവരെയും ഉടൻ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സിദ്ധാർത്ഥന് നീതി തേടിയുള്ള കുടുംബത്തിന്റെ പോരാട്ടവും മരണത്തിലേക്ക് തള്ളിവിട്ട ക്രൂരമർദ്ദനത്തിനെതിരെ ഉയർന്ന ജനരോഷവും പ്രതിപക്ഷത്തിനൊപ്പം സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ ഉയർന്ന വികാരവും മാധ്യമ ഇടപെടലുമാണ് CBI അന്വേഷണത്തിലേക്ക് നയിച്ചത്. അന്വേഷണത്തിലൂടെ മരണത്തിലെ മുഴുവൻ ദുരൂഹതകളും മറനീങ്ങുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഡീനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥികൾ. കോളേജിൽ നടന്ന കാര്യങ്ങൾ പുറത്തു പറയരുതെന്ന് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന് വിദ്യാർത്ഥികൾ മൊഴി നൽകി. UGCക്ക് ആന്റി റാഗിംഗ് സ്ക്വാഡ് കൈമാറിയ റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് കിട്ടി. UGCക്ക് ലഭിച്ച പരാതിയിലാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് പൂക്കോട് വെറ്റിനറി കോളേജിൽ അന്വേഷണം നടത്തിയത്. മൊഴി നൽകുമ്പോൾ കോളേജ് അധികൃതർ ഒപ്പം നിന്നതിനാൽ സത്യസന്ധമായി മൊഴി നൽകാൻ കഴിഞ്ഞില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തൽ. ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങൾ പുറത്തു പോകരുതെന്ന ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടെന്നും ഓൺലൈൻ ഹിയറിംഗിൽ വിദ്യാർത്ഥികൾ തുറന്നു പറഞ്ഞു. അറസ്റ്റിലായ പ്രതികൾ 4 ഇടങ്ങളിലെത്തിച്ച് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും വിദ്യാർത്ഥികൾ മൊഴി നൽകി. 2019-ലും 2021-ലും സമാന റാഗിംഗ് സംഭവങ്ങൾ കോളേജിൽ നടന്നു. 2 ആഴ്ച ക്ലാസ്സിൽ കാണാതിരുന്ന വിദ്യാർത്ഥിക്ക് എന്തുപറ്റിയെന്ന് ഇനിയും വ്യക്തമല്ല.
കോളേജിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡ് ശുപാർശ ചെയ്തു. തങ്ങളുടെ പരാതികൾ ശരിവെക്കുന്നതാണ് UGC റിപ്പോർട്ടെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് പ്രതികരിച്ചു. അതെ, അവരുടെ പങ്ക് ഇപ്പോൾ UGC കണ്ടുപിടിച്ച് ക്ലിയറായിട്ട് കണ്ടുപിടിച്ചു. അതിന് മുമ്പേ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ തന്നെ പറയുന്നു അവർക്ക് ഡീനും അസിസ്റ്റന്റ് വാർഡനും വ്യക്തമായ പങ്കുണ്ട് എന്ന് നമ്മൾ ആദ്യം മുതലേ പറയാം. അവർക്ക് പങ്കുണ്ട്, അവർ ഈ കൊലപാതകത്തിൽ അവർക്ക് പങ്കുണ്ട്, ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ള പങ്കുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അവരെ കൊലപാതക അവർ പ്രതിപ്പട്ടികയിൽ ചേർക്കണം, പ്രതിപ്പട്ടികയിൽ ചേർത്ത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം. സസ്പെൻഷൻ മാത്രം മതിയാവില്ല എന്ന് ആദ്യമേ ഞങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ആന്റി റാഗിംഗ് സ്ക്വാഡ് അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ക്യാമ്പസിലുണ്ടായ മരണങ്ങൾ അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. KSRTC സ്ഥലംമാറ്റ നടപടികളിൽ ജീവനക്കാർക്ക് അറിയിപ്പുമായി ഗതാഗത മന്ത്രിയുടെ ഓഫീസ്. സ്ഥലംമാറ്റ നിയമന നടപടികളുമായി ബന്ധപ്പെട്ട് മന്ത്രിയെയോ മന്ത്രിയുടെ ഓഫീസിനെയോ ജീവനക്കാർ സമീപിക്കേണ്ടതില്ല. ഭരണവിഭാഗം ഉദ്യോഗസ്ഥർക്കായിരിക്കും സ്ഥലമാറ്റത്തിനുള്ള ചുമതല. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ജീവനക്കാർക്ക് CMDക്ക് അപേക്ഷ നൽകി KSRTCയുടെ മെഡിക്കൽ ബോർഡിനെ സമീപിക്കാമെന്നും നിർദ്ദേശമുണ്ട്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, വിവരങ്ങൾ എന്താണ്? അതായത് ജീവനക്കാർ വ്യാപകമായി സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം, ഒരു അറിയിപ്പ് മന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയത്. അതായത് സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട നടപടികളിൽ മന്ത്രിയുടെ ഓഫീസ് ഇടപെടില്ല. ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാർ സമീപിക്കേണ്ടതില്ല, മന്ത്രിയെയോ മന്ത്രിയുടെ ഓഫീസിനെയോ സമീപിക്കേണ്ടതില്ല എന്നാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. സ്ഥലമാറ്റത്തിന് ചുമതലപ്പെട്ട ഭരണവിഭാഗം ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള അവശതകളുള്ള ജീവനക്കാർക്ക് CMDക്ക് അപേക്ഷ നൽകിയതിനു ശേഷം KSRTCയുടെ മെഡിക്കൽ ബോർഡിനെ സമീപിക്കാമെന്നും ഈ ഒരു നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. എന്തായാലും ജീവനക്കാരുടെ ട്രാൻസ്ഫർ സംബന്ധിച്ച ഒരു ഏകീകൃത സംവിധാനം ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരു നിർദ്ദേശമാണ് നിലവിൽ മന്ത്രിയുടെ ഓഫീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. റീജിത്ത്. ശരി, AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കട്ടപ്പനയിൽ ഇരട്ടക്കൊലപാതകം നടന്നു എന്നതിന് സ്ഥിരീകരണം. വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും നവജാത ശിശുവിനെയും കൊലപ്പെടുത്തിയതാണെന്ന് നിതീഷ് കുറ്റസമ്മതം നടത്തി. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കാഞ്ചിയാറിലെ വീടിന്റെ തറ പൊളിച്ച് നാളെ പരിശോധന നടത്തും. 2016 നവജാത ശിശുവും 2023 വിഷ്ണുവിന്റെ പിതാവ് വിജയനും കൊല്ലപ്പെട്ടെന്നാണ് സ്ഥിരീകരണം. കൊലക്കുറ്റം സംബന്ധിച്ച നിതീഷ് വിജയനെ കൊന്നുകുഴിച്ചു മൂടിയത് കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വാടക വീട്ടിലെന്ന മൊഴി നൽകി. ഇപ്പോൾ പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 കേസുകൾ അണ്ടർ സെക്ഷൻ 302 IPC പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വെരിഫിക്കേഷനും അന്വേഷണം നടത്തി വരുന്നതാണ്. അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ പരിശോധനയ്ക്ക് ശേഷം തെളിവെടുപ്പ് ഉടനെ ഉണ്ടാവുന്നതാണ്. വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വീടിന്റെ തറ പൊളിച്ച് നാളെ രാവിലെ പരിശോധന നടത്താനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും കട്ടപ്പനയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. ഇതിനുശേഷം നവജാത ശിശുവിനെ മറവ് ചെയ്ത് സ്ഥലം കണ്ടെത്താനുള്ള പരിശോധനയും തുടങ്ങും. നിതീഷിന്റെ വെളിപ്പെടുത്തലിൽ 2 കേസുകൾ പുതുതായി പോലീസ് രജിസ്റ്റർ ചെയ്തു. മോഷണത്തിനിടെ പരിക്കേറ്റ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള വിഷ്ണുവും കൊലപാതകം സംബന്ധിച്ച വിവരം പോലീസിന് നൽകിയിരുന്നു. ഇയാളെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. 24 ഇടുക്കി. തൃശൂർ വെള്ളികുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. 8 വയസ്സുള്ള അരുൺകുമാർ, 15 വയസ്സുള്ള സജിക്കുട്ടൻ എന്നിവരാണ് മരിച്ചത്. തേനെടുക്കാൻ കയറിയ അരുൺ മരത്തിൽ നിന്ന് വീണ് മരിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം. 2 മൃതദേഹങ്ങളുടെയും കാലപ്പഴക്കത്തിലെ വ്യത്യാസം ദുരൂഹത ഉയർത്തുന്നുണ്ട്. കുട്ടികൾക്കായി രാവിലെ പോലീസ് വനംവകുപ്പ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ സംയുക്ത ദൗത്യം. കാടർ വീട്ടിൽ കുട്ടന്റെ മകൻ 15 വയസ്സുള്ള സജിക്കുട്ടൻ, രാജശേഖരന്റെ മകൻ 8 വയസ്സുള്ള അരുൺകുമാർ എന്നിവരെയാണ് കഴിഞ്ഞ 2-ാം തീയതി മുതൽ കാണാതായത്. ഇതിൽ 8 വയസ്സുകാരൻ അരുൺകുമാറിന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. അരുണിന്റെ മൃതദേഹത്തിന് സമീപത്തു നിന്ന് 200 മീറ്റർ മാറിയാണ് സജിക്കുട്ടന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശാസ്താംപൂവം കോളനിക്ക് സമീപത്തു നിന്നാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുന്നത്. തേൻ ശേഖരിക്കാൻ മരത്തിൽ കയറിയ അരുൺ മുകളിൽ നിന്ന് വീണു മരിച്ചതാകാമെന്നാണ് നിഗമനം. അരുണിന്റെ മൃതദേഹം അഴുകിയ നിലയിലാണ്. 2 മൃതദേഹങ്ങളുടെയും കാലപ്പഴക്കത്തിലെ വ്യത്യാസം ദുരൂഹത ഉയർത്തുന്നുണ്ട്. അരുൺ മരിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാകാം സജി മരിച്ചതെന്നാണ് നിഗമനം. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവെടുത്തു. 15 പേർ അടങ്ങുന്ന 7 സംഘങ്ങളായി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 തൃശൂർ. തിരുവനന്തപുരം വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്ന അപകടം. ശക്തമായ തിരയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉയർന്നു പൊങ്ങിയാണ് അപകടമുണ്ടായത്. കടലിൽ വീണ 15 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരമാല മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കെയാണ് വിനോദസഞ്ചാരികളെ ബ്രിഡ്ജിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടി. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ശക്തമായ തിരയിൽപ്പെട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്നത്.
15-ലധികം വിനോദസഞ്ചാരികൾ കടലിൽ വീണു. ലൈഫ് ഗാർഡും നാട്ടുകാരും ചേർന്നാണ് മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തിയത്. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. തിരമാല മുന്നറിയിപ്പുണ്ടായിരുന്നിട്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് സഞ്ചാരികളെ കടത്തിവിട്ടെന്ന് ലൈഫ് ഗാർഡുകൾ ഉൾപ്പെടെ പറയുന്നു. അപ്പോൾ രാവിലെ മുതലേ ഈ തിരമാല ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആളെ അനുസരിച്ചാണ്, കാര്യം തിരയടി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നേരെ ഈ ശനി ഞായറൊക്കെ വെക്കേഷൻ ദിവസങ്ങളാണ് ആളെ ശരി കയറുന്നതാണ്. പക്ഷേ അവരെ അനുസരിച്ചാണ് കയറും. പക്ഷേ ഞാൻ ഇത് നടക്കുന്നതിനൊരു 10-20 മിനിറ്റ് മുമ്പ് മുന്നറിയിപ്പ് കൊടുത്തു. 2 ടീമും അപ്പുറത്തുള്ള ജിസ്കി ടീമിന് അവരെടുത്തും ഇവരെടുത്തും പറഞ്ഞ് തിരയടിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്നാണ് ശക്തമായിട്ടൊരു 3-4 തിര ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ വന്ന്, അപ്പോഴേ ഏകദേശം ഒരു 10-25-30 ആളെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അടിച്ച് മൊത്തം എല്ലാം പൊളിഞ്ഞങ്ങ് പോയി. അപകടത്തിൽ പരിക്കേറ്റവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും വർക്കല താലൂക്ക് ആശുപത്രിയിലും വർക്കല മിഷൻ ആശുപത്രിയിലും ചികിത്സയിലാണ്. തമിഴ്നാട്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും പരിക്കേറ്റവരിലുണ്ട്. ചികിത്സയിലുള്ളവരുടെ നില ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ ടൂറിസം ഡയറക്ടറോട് മന്ത്രി PA മുഹമ്മദ് റിയാസ് അടിയന്തര റിപ്പോർട്ട് തേടി. മാസങ്ങൾക്ക് മുൻപാണ് വർക്കലയിൽ ടൂറിസം വകുപ്പ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. സ്വകാര്യ ഏജൻസിക്കാണ് ബ്രിഡ്ജിന്റെ നടത്തിപ്പ് ചുമതല. 24 തിരുവനന്തപുരം. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. കേരള സർവകലാശാല യുവജനോത്സവത്തിലെ കോഴ ആരോപണത്തിൽ 4 പേർ അറസ്റ്റിൽ. മാർഗംകളി മത്സരത്തിൽ കോഴ വാങ്ങിയെന്ന യൂണിയൻ ചെയർമാന്റെ പരാതിയിലാണ് നടപടി. വീണ്ടും മത്സരം നടത്തുന്നതിനെതിരെ വിദ്യാർത്ഥികൾ പ്രധാന വേദിയിൽ പ്രതിഷേധിച്ചു. പാലക്കാട് ക്ഷേത്രത്തിലെ കനൽജാട്ട വഴിപാടിനിടെ തീക്കൂനയിൽ വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റതിൽ ആലത്തൂർ പോലീസ് കേസെടുത്തു. ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കോയമ്പത്തൂർ സ്വദേശിയായ 10 വയസ്സുകാരനാണ് പരിക്കേറ്റത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ വൈകും. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് വിചാരണ വൈകുക. കാണാതായ രേഖകൾ പുനർനിർമ്മിക്കാമെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും. തൃശൂരിൽ ആദിവാസി ബാലികയെ മദ്യം നൽകി കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒരാൾ പിടിയിൽ. തവളക്കുഴിപ്പാറ കോളനിയിലെ ഷിജുവാണ് കസ്റ്റഡിയിലായത്. മറ്റ് 2 പേർക്കായി അന്വേഷണം തുടരുന്നു. പ്രതിസന്ധി ഒഴിയാതെ ഹിമാചൽ രാഷ്ട്രീയം. അയോഗ്യരാക്കപ്പെട്ട 6 കോൺഗ്രസ് MLA-മാരടക്കം 11 പേരെ BJP ഹരിയാനയിലെ പഞ്ച്കുളയിൽ നിന്ന് ഉത്തരാഖണ്ഡിലേക്ക് മാറ്റി. സംഘത്തിൽ നിരീക്ഷകരായ 2 BJP MLA-മാരുമുണ്ട്. വിമതർക്കെതിരായ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ നിലപാട് മയപ്പെട്ടതോടെയാണ് വിമതരെ BJP മാറ്റിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ സിറ്റിംഗ് MPയും NCP ശരത് പവാർ വിഭാഗം നേതാവുമായ സുപ്രിയ സുലെ മത്സരിക്കും. പൂനെയിലെ മഹാവികാസ് അഘാഡി റാലിയിലായിരുന്നു ശരത് പവാറിന്റെ പ്രഖ്യാപനം. കക്കയത്ത് കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ 2 മക്കൾക്കും താൽക്കാലിക ജോലി നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് പ്രതികരണം. ഇസ്രയേലിൽ കൊല്ലപ്പെട്ട കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെലിന്റെ മൃതദേഹം സംസ്കരിച്ചു. കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്ന് ഇസ്രയേൽ കോൺസുലേറ്റ് ജനറൽ ടാമി ബെൻ ഹൈം 24-നോട് പറഞ്ഞു. ഈ മാസം 4-നാണ് ഇസ്രയേലിലുണ്ടായ ഹിസ്ബുള്ള ആക്രമണത്തിൽ നിബിൻ മാക്സ്വെൽ കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി കൊല്ലത്തെത്തിച്ച നിബിന്റെ മൃതദേഹം ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയാണ് വീട്ടിലെത്തിച്ചത്. വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ബാംഗ്ലൂരിലെ ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ ടാമി ബെൻ ഹൈം, വൈസ് പ്രസിഡന്റ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ റോട്ടം മരുക്കൽക്കർ എന്നിവർ അന്ത്യോപചാരം അർപ്പിച്ചു. കുടുംബത്തിന് എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്ത ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ ടാമിൻ ബൈ ഹൈം കുടുംബത്തിനൊപ്പം ഇസ്രായേൽ ഉണ്ടാകുമെന്നും 24-നോട് പറഞ്ഞു. It's just horrible. Somebody, comes to be in Israel to work with us, to be with us, and terrorist rockets don't discriminate, and it's just tragic, this loss of this young man who's so kind. We see his brothers here. ഈ മാസം 4-നാണ് വടക്കൻ ഇസ്രായേലിലുണ്ടായ ഹിസ്ബുൾ ആക്രമണത്തിൽ നിബിൻ മാക്സ്വെൽ കൊല്ലപ്പെട്ടത്. 2 മാസം മുമ്പാണ് കാർഷിക വിസയിൽ നിബിൻ ഇസ്രായേലിലേക്ക് പോയത്. 24 കൊല്ലം. ഈ റിപ്പോർട്ടോടുകൂടി പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം.